നമസ്കാരം. ലോക്മന്ഥൻ 2024 വിശേഷങ്ങളടങ്ങിയ പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രജ്ഞാപ്രഭ ഭോപ്പാലിൽ തുടക്കം കുറിച്ച ലോക്മന്ഥൻ എന്ന വൈചാരിക മേള ഇന്ന് അതിൻ്റെ ഉള്ളടക്കം കൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമായി മാറിയിരിക്കുകയാണ്. തനത് കലാരൂപങ്ങളുടെ അവതരണവും ഒപ്പം ഭാരതത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളിലൂന്നിയുള്ള ഗൗരവമുള്ള ചർച്ചകളുമാണ് ലോക്മന്ഥനെ സമ്പന്നമാക്കുന്നത്. വിശ്വമേഘം ഭവത്ഭേഗനീടമെന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭാഗ്യനഗറിൽ ലോക്മന്ഥന്റെ 4ാമത്തെ എഡിഷൻ അരങ്ങേറിയത്. ഭാരതീയമായ തനത് കല, ജ്ഞാനം, സാംസ്കാരിക മൂല്യങ്ങളുടെയും പൂർണ്ണമായ വീണ്ടെടുക്കൽ എന്ന ആശയത്തിന് കരുത്തു പകർന്നുകൊണ്ടാണ് RSSന്റെ വൈചാരിക വിഭാഗമായ പ്രജ്ഞാപ്രഭ ലോക്മന്ഥന് രൂപം നൽകിയത്. രാഷ്ട്രത്തിന് പ്രഥമ സ്ഥാനം നൽകുന്ന ചിന്തകന്മാരുടെയും പ്രയോഗശീലരുടെയും സംവാദവേദി, വൈചാരിക ചർച്ചകളും അതിനനുയോജ്യമായ കലാരൂപങ്ങളുടെ കൂടിച്ചേരലുമാണ് ലോക്മന്ഥന്റെ സൗന്ദര്യം. 2016 മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലിലായിരുന്നു ആദ്യ ലോക്മന്ഥൻ. പിന്നീട് റാഞ്ചിയും ഗുവാഹത്തിയും പിന്നിട്ട് 2024 തെലങ്കാനയുടെ തലസ്ഥാനമായ ഭാഗ്യനഗറിലെത്തുമ്പോൾ ജനപങ്കാളിത്തം, പ്രദർശിപ്പിക്കുന്ന കലാരൂപങ്ങളുടെ വൈവിധ്യം, ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ പ്രാധാന്യം കൊണ്ടും ഭാരതത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമായി ലോക്മന്ഥൻ മാറിക്കഴിഞ്ഞു. അധിനിവേശത്തിന്റെ ഓർമ്മകളും കീഴ്വഴക്കങ്ങളും തുടച്ചു നീക്കിക്കൊണ്ട് ഭാരതാംബയുടെ പരിശുദ്ധമായ മനസ്സിനെ കണ്ടെത്തുക എന്ന ചർച്ചകൾക്ക് ചൂടുപിടിപ്പിക്കാനും ലോക്മന്ഥൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അന്ധമായ പാശ്ചാത്യ അനുകരണം കൊണ്ട് നമ്മൾ തഴഞ്ഞ ആ ആശയരൂപങ്ങളെ, ആ കലാരൂപങ്ങളെ, ആ സാംസ്കൃതിക രൂപങ്ങളെ വീണ്ടും പൊതുമനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ചർച്ചയ്ക്ക് വിധേയമാക്കാൻ വേണ്ടിയിട്ടാണ് ലോക്മന്ഥൻ ആരംഭിച്ചത്. ലോക്മന്ഥൻ ഒരർത്ഥത്തിൽ ഒരു തുടർച്ചയായി നടക്കുന്ന ഒരു സാംസ്കാരിക സംവാദത്തിൻ്റെ വേദിയാണ്. ഇത്തരം കലാരൂപങ്ങളുടെ ശക്തിപ്പെടലിനു വേണ്ടി നടത്തുന്ന വേദിയാണ്. ഭാരതീയ മനസ്സിനെ അധിനിവേശത്തിൽ നിന്ന് മുക്തമാക്കുക എന്നത് തന്നെയായിരുന്നു 2016 ആദ്യ ലോക്മന്ഥനിലെ പ്രമേയം. ആ സംവാദത്തിന് ക്രിയാത്മകമായ മാനം നൽകിയെന്നതാണ് റാഞ്ചിയിൽ ചേർന്ന 2ാം ലോക്മന്ഥന്റെ സംഭാവന. അവിടെ ചർച്ചയായത് കോളനിവൽകൃത ഭാരതീയ മനസ്സിന്റെ മുക്തി എന്നതിനപ്പുറം എന്ത് എന്നതായിരുന്നു. റാഞ്ചിയിൽ മുഖ്യ പ്രമേയം അവതരിപ്പിച്ചത് ഭാരതത്തിന്റെ വൈചാരിക മേഖലയ്ക്ക് തനത് സംഭാവനകൾ ഏറെ ചെയ്തിട്ടുള്ള രംഗഹരി എന്ന സംഘത്തിന്റെ മുതിർന്ന പ്രചാരകൻ R. ഹരി ആയിരുന്നു. പാശ്ചാത്യ വൈകൃതങ്ങൾ ഒഴിഞ്ഞുപോകുന്ന ഇടം ഭാരതീയ ജ്ഞാനസമ്പത്ത് കൊണ്ട് നിറയ്ക്കണമെന്ന ചർച്ചകളായിരുന്നു പിന്നീട്. വിശ്വമേഘം ഭവത്ഭേഗനീടമെന്ന പ്രമാണത്തെ പ്രഖ്യാപിക്കുന്നതാണ് 4ാം ലോക്മന്ഥന്റെ സവിശേഷത. ഭാഗ്യനഗറിൽ കാകതീയ രാജവംശത്തിലെ റാണി രുദ്രമ്മയുടെ പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടായിരുന്നു ലോക്മന്ഥൻ 2024 ചടങ്ങുകൾക്ക് തുടക്കമായത്. When she ruled, it was basically she created a lot of reforms. She has expanded her region and she took care of the welfare of the citizens. She was from the Janajatiya area. So Lokmanthan
which is working in a loka, is remembering the Janajatiya queen Rani Rudramba, who was a great queen of Kakatiya dynasty and for this region. രാഷ്ട്രപതി ദ്രൗപദി മുർമു ദീപം തെളിയിച്ചുകൊണ്ടാണ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. പല കാലഘട്ടങ്ങളിലും ഭാരതത്തെ തകർക്കാനും വെട്ടിമുറിക്കാനും ശ്രമങ്ങൾ നടന്നെങ്കിലും ശ്രേഷ്ഠ ഭാരതം ഇന്ന് ലോകത്തിനു മുൻപിൽ തിളങ്ങുകയാണെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. രാജ്യമാണ് പ്രധാനമെന്ന സന്ദേശം നൽകാൻ ലോക്മന്ഥന് സാധിക്കുന്നുണ്ടെന്ന രാഷ്ട്രപതിയുടെ വാക്കുകളും ശ്രദ്ധേയമായി. संबंध बौद्धिक परंपरा के प्रति हेय दृष्टि रखने वाले शासकों ने हमारी देशवासियों में सांस्कृतिक हीन भावना का संचार किया। ऐसी परंपराओं को हम पर थोपा गया जो हमारी एकता के लिए हीनकारक थी। सदियों की पराधीनता के कारण हमारे देशवासी गुलामी की मानसिकता का शिकार हो गए हैं। भारत को पुनः श्रेष्ठतम राष्ट्र बनाने के लिए देशवासियों की मानसिकता को एकता और श्रेष्ठता के सूत्रों में पिरोना हम लोगों का कर्तव्य है। പ്രശസ്ത നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടിയുടെ നൃത്തരൂപത്തോടെയാണ് ലോക്മന്ഥൻ 2024 സമ്പന്നമായ കലാവിരുന്നിന് തുടക്കം കുറിച്ചത്. കശ്മീര ശൈവസത്തിൽ കാളിയുടെ ഭാവങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള നൃത്തരൂപം നിറഞ്ഞ കയ്യടിയോടെയാണ് ആസ്വാദകർ സ്വീകരിച്ചത്. കുച്ചിപ്പുടിയിൽ പ്രവേശതരു എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്നിട്ടാണ്. പ്രവേശതരു എന്ന് പറയുമ്പോൾ പാത്രപ്രവേശതരു എന്നാണ് പറയുക. ഒരു കഥാപാത്രം എന്താണോ എങ്ങനെയാണോ അവർ തന്നെ വന്ന് അവരുടെ സവിശേഷതകൾ എന്താണെന്ന് അവർ തന്നെ കാണികളെ അറിയിക്കുന്ന ഒരു ആശയമാണത്. അപ്പോൾ ഇന്ന് ചെയ്തത് കാലസംകർഷിണി പ്രവേശമാണ്. വളരെ പരിമിതമായിട്ടുള്ള ഒരു അറിവാണ് ഇപ്പം നമുക്ക് ഭാരതീയർക്ക് കാലസംകർഷിണിയെ പറ്റിയുള്ളത്. കശ്മീര ശൈവസത്തിൽ കാളിയുടെ ഹയ്യസ്റ്റ് എംബോഡിമെൻ്റ് ആയിട്ടാണ് കാലസംകർഷിണിയെ കാണുന്നത്. കാളിയുടെ 12 ഭാവങ്ങളെയാണ് അത് വിലയിരുത്തുന്നത്. സ്പന്ദനം തദസ്മി അഹം തു കാലസംകർഷിണി സ്പന്ദനം തദസ്മി അഹം തു കാലസംകർഷിണി സ്പന്ദനം തദസ്മി അഹം തു കാലസംകർഷിണി. ഹൈദരാബാദിൽ പ്രധാന വേദിയായ ശില്പകലാവേദികയിലും ശില്പാരാമത്തിലെ ഓപ്പൺ സ്റ്റേജിലും 3 രാപ്പകലുകൾ കലാമേളയുടെ മായാലോകത്തായിരുന്നു. കശ്മീരം മുതൽ കന്യാകുമാരി വരെ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ദേശങ്ങളിൽ നിന്നും തനത് കലാരൂപങ്ങൾ അരങ്ങേറി. മണിപ്പൂർ, അസം, മിസോറാം ഉൾപ്പെടെ വടക്കുകിഴക്കൻ മേഖലകളിലെ പരമ്പരാഗത കലാരൂപങ്ങൾ പലർക്കും ആദ്യ അനുഭവമായിരുന്നു. റാണി രുദ്രമ്മയുടെയും അഹല്യാദേവിയുടെയും ജീവിത കഥ വിവരിക്കുന്ന നാടകങ്ങൾ, രാജസ്ഥാനി ഭജൻ, ഭാരത് കി ബേട്ടി നൃത്തരൂപങ്ങളും വേദിക്ക് മാറ്റേകി. मैं बनना चाहती हूँ हर घर की बेटी
भारत की बेटी। ഭാരതത്തിന് പുറത്തുനിന്നുള്ള പ്രതിനിധികളുടെയും കലാസംഘങ്ങളുടെയും സാന്നിധ്യം ഇത്തവണത്തെ ലോക്മന്ദിന്റെ സവിശേഷതയായിരുന്നു. സെമിറ്റിക് പൂർവ്വ സംസ്കാരങ്ങളെ പിൻപറ്റുന്ന സമൂഹങ്ങളായ അർമേനിയ, ലിത്വാനിയ, യസീദി, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക സംഘങ്ങൾ അവരുടെ കലാപ്രദർശനത്തോടൊപ്പം സൂര്യാരാധന, അഗ്നി ആരാധന തുടങ്ങിയ ധാർമ്മിക അനുഷ്ഠാനങ്ങളും അവതരിപ്പിച്ചു. ലോക്മന്ദൻ 2024 മറ്റൊരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു ശില്പാരാമത്തിലെ പ്രത്യേക പ്രദർശിനി. പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണങ്ങളും നിശ്ചല ദൃശ്യങ്ങളും പ്രാചീന ഭക്ഷണ പദ്ധതി മുതൽ തനത് കായിക വിനോദങ്ങളും നിറഞ്ഞ പ്രദർശിനി ആസ്വദിക്കുന്നതിനായി 4 ദിവസം കൊണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 3 ലക്ഷത്തിലധികം ആളുകളെത്തി. വില മതിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഉപകരണങ്ങളാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ കാർഷിക സംസ്കാരം എങ്ങനെയാണ് നമ്മൾ ഇത്രയും കാലം, നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക മേഖല മറ്റുള്ള രാജ്യങ്ങളൊക്കെ റിസഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഭാരതത്തിൻ്റെ സാംസ്കാരിക മേഖല പിടിച്ചു നിന്നത് ഇത്തരത്തിലുള്ള കൃഷി രീതികളും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവലംബിച്ചിട്ടുള്ള പല രീതികളാണ്. ആ രീതികൾക്ക് പറ്റുന്ന തരത്തിലുള്ള ആ ഉപകരണങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ വലിയ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്കാണ് എത്നിക് ഉപകരണങ്ങൾ. നരവംശ ശാസ്ത്രകാരന്മാർ പറയുന്നത് എത്രയേറെ പഴക്കമുള്ള, നമ്മുടെ മനുഷ്യൻ്റെ ഉൽപ്പത്തിയോളം പഴക്കമുള്ള തരത്തിലുള്ള ഉപകരണങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. റാണി രുദ്രമ്മയുടെ നിശ്ചല ദൃശ്യത്തോടെയാണ് പ്രദർശിനി തുടങ്ങുന്നത്. ഗോത്ര സമൂഹം ഉപയോഗിച്ചിരുന്ന പുരാതന വാദ്യോപകരണങ്ങളും കാർഷിക ഉപകരണങ്ങളുടെയും നിരവധി നിശ്ചല ദൃശ്യങ്ങളുടെയും പ്രദർശനം ഏറെ ശ്രദ്ധേയമായി. മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവാണ് प्रदर्शनी उद्घाटन ചെയ്തത്. अपना वेश, अपना भाषा, अपना परंपरा, अपना संस्कृति बोलने में, आचरण करने में कोई संकोच नहीं होना चाहिए. गर्व महसूस करना क्या है, हम हिंदू है, हम भारतीय है, हम तेलुगु है, हम तमिल है, हम छत्तीसगढ़ी है. गर्व महसूस करना चाहिए क्योंकि हमारा परंपरा है. इसलिए मित्रों, मैंने जैसा कहा शुरू में, आप लोग को, हम लोग सब हमारा पुराना परंपरा को समझ के उसमें जाना चाहिए. हमारा भाषा, मातृभाषा को कायम रखना चाहिए. രാഷ്ട്രപതി പങ്കെടുത്ത ഉദ്ഘാടന സഭയ്ക്ക് പിറകെ ആദ്യ സെഷനിൽ പത്മവിഭൂഷൺ സൊനാൽ മാൻസിംഗിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത ചിന്തകൻ പവൻ ഗുപ്ത ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുഖ്യ വിഷയാവതരണം നടത്തി. തുടർന്ന് 8 സെഷനുകളിലായി ലോകാവലോകനം എന്ന ആശയത്തിൽ തനത് സംസ്കാരത്തെയും
പാരമ്പര്യത്തെയും പിൻപറ്റുന്ന സമൂഹത്തിന്റെ ജീവിതത്തെ സമഗ്രമായി നിരീക്ഷിക്കുന്ന ചർച്ചകൾ നടന്നു. തദ്ദേശീയ വിജ്ഞാനം, ജീവിത വ്യവസ്ഥ, വ്യവഹാരം എന്നിങ്ങനെ 3 ഉപവിഷയങ്ങളായി വിഭജിച്ചാണ് ചർച്ചകൾ നടന്നത്. भारतीय लोक परंपरा, भारतीय संस्कृति, भारतीय कला, भारतीय आदिवासी जनजीवन, भारतीय सामाजिक एकता, भारतीय ज्ञान विज्ञान संपदा, भारतीय नॉलेज सिस्टम, एजुकेशन, हेल्थ एंड मेडिसिन, टेम्पल साइंस, एनवायरमेंट आदि सहित विभिन्न क्षेत्रों में भारतीय लोक विचार, भारतीय लोक व्यवहार, भारतीय लोक व्यवस्था की विभिन्न धाराओं पर मंथन करने वाली राष्ट्रवाद संस्था लोक मंथन है. ശാസ്ത്ര സാങ്കേതിക ദാർശനിക മേഖലയിൽ ഏറെ മുന്നേറുമ്പോഴും മുറുകെ പിടിക്കുന്ന സാംസ്കാരിക പാരമ്പര്യം, കൃഷി, ലോഹശാസ്ത്രം, ആരോഗ്യം, കാലാവസ്ഥാ നിരീക്ഷണം തുടങ്ങിയ മേഖലകളിലെ കൃത്യമായ വൈചാരിക അടിത്തറ തുടങ്ങി ഗൗരവമേറിയ ചർച്ചകൾ, കുടുംബം, വിദ്യാഭ്യാസം, പ്രായോഗിക ജീവിതചര്യ, വ്യക്തികൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലുമുള്ള പെരുമാറ്റ രീതികൾ എന്നിങ്ങനെ നിരവധി വിഷയങ്ങളിൽ പ്രമുഖരുടെ വിഷയാവതരണവും ചർച്ചകളും ലോക്മന്തന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കി. मुझे लगता है कि बौद्धिकता यदि अपने अनुभव और सनातन यानी सत्य से जुड़ी हुई ना हो तो वो कहीं भी जा सकती है, वो बहुत एब्स्ट्रैक्ट हो सकती है और उसका वास्तविकता से कोई लेना देना हो ये ज़रूरी नहीं. इसलिए अपने को संयत और अपने को ईमानदारी से आपके सामने बात करूं. ഉള്ളടക്കം പോലെ തന്നെ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ടും സമ്പന്നമായിരുന്നു 4ാമത് ലോക്മന്തൻ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഗവർണർമാരായ ജിഷ്ണുദേവ് വർമ്മ, ആചാര്യ ദേവ്രത്, കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ജി കിഷൻ റെഡ്ഡി, കൂടാതെ പത്മ അവാർഡ് ജേതാക്കളും വിവിധ മേഖലകളിൽ പ്രശസ്തരായവരും ഒപ്പം രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും വിവിധ സെഷനുകളിൽ പങ്കെടുത്തു. ഭാരതീയ വിചാര കേന്ദ്രം ഉൾപ്പെടെ വിവിധ സംഘടനകളുടെ ഭാഗമായും അല്ലാതെയും 80-ലധികം പ്രതിനിധികളാണ് കേരളത്തിൽ നിന്ന് 4ാമത് ലോക്മന്തന്റെ ഭാഗമായത്. മൂന്ന് ദിവസവും പരിപാടിയുടെ ഭാഗമായിരുന്ന RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതിന്റെയും അയോധ്യയിലെ ആചാര്യൻ മിഥിലേഷ് നന്ദിനീശ്വരന്റെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിരുന്നു ഭാഗ്യനഗറിൽ ലോക്മന്തന്റെ സമാപന സഭ. അയോധ്യയില്ലാതെ ഭാരതം അപൂർണമാണെന്നും ലോക്മന്തനിലൂടെ ലഭിക്കുന്ന അമൃത് സമൂഹത്തിനായി പകർന്നു നൽകണമെന്നും ആചാര്യൻ മിഥിലേഷ് നന്ദിനീശ്വരന്റെ വാക്കുകൾ. अयोध्या के बिना लोक मंगल की भावना कम से कम भारत के लिए स्पष्ट नहीं हो सकती और यही कारण है कि भगवान श्री राम का जो विरुद्ध है, उनकी जो कीर्ति है, उनमें सबसे अधिक रेखांकित किए गए शब्दों में एक शब्द है लोकाभिराम. लोकाभिरामम रणरंगधीरम राजीव नेत्रम इत्यादि. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതിന്റെ മാർഗനിർദ്ദേശം ഉൾക്കൊണ്ടായിരുന്നു ലോക്മന്തന് കൊടിയിറങ്ങിയത്. സനാതന ധർമ്മത്തിന്റെ കേന്ദ്രമായ ഭാരതത്തിലാണ് ഇന്ന് ലോകത്തിന്റെ പ്രതീക്ഷയെന്നും ഭാരതത്തിന്റെ ദർശനം ഏറ്റെടുത്തുകൊണ്ട് ലോകം മുൻപോട്ട് നീങ്ങുമെന്നും മോഹൻ ഭഗവത് ചൂണ്ടിക്കാട്ടി. ഭാരതം ഋഷി പരമ്പരകളുടെ നാടാണെന്നും വൈവിധ്യത്തിലും ഏകതയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രാധാന്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അധിനിവേശത്തിന്റെ അവശേഷിപ്പുകൾ തുടച്ചു നീക്കുകയാണ്. രാജ്യത്തിന്റെ പൂർണ്ണമായ പുനർനിർമ്മാണത്തിന്റെ ഭാഗമാണ് ലോക്മന്തൻ പോലുള്ള പരിപാടികളെന്നും സ്വയം ധർമ്മം പാലിക്കുകയും ശേഷം സമാജത്തിൽ ഇടപെടുകയുമാണ് വേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. हमारे राष्ट्र का निर्माण किस लिए है? एतद् देश प्रसूतस्य सकाशादग्र जन्मनाथ स्वं स्वं चरित्रम शिक्षेरन पृथिव्याम सर्वमानवा. ये सब साथ कैसे चलाना, भौतिक जीवन आध्यात्मिक आधार पर, अर्थ काम ठीक चले, मोक्ष भी मिले, इसलिए धर्म का अनुशासन. तो धर्म क्या है?
इतनी सारी विविधता है, लेकिन इसके एकता को मन में रखकर कैसे व्यवहार करना ताकि सब अपनी अपनी विविधता को सुरक्षित प्रतिष्ठित रखकर साथ मिलकर चले. പറഞ്ഞറിയിക്കാനാകാത്ത സാംസ്കാരിക ആത്മീയ അനുഭൂതിയായാണ് ലോക്മന്ഥൻ മനസ്സുകളിലേക്ക് പെയ്തിറങ്ങിയത്. लोकमंथन एक कार्यक्रम से कहीं अधिक एक अनुभव है, एक आध्यात्मिक अनुभूति है. इस एहसास, इस अनुभव शब्दों में कैसा वर्णन करें? सिंहावलोकन करना यानी शब्दों में रखना है, लेकिन ये 4 दिनों में जो अनुभूति हम सभी ने जो पाया, हमको जो मिला, ये शब्दों में वर्णन करने लायक नहीं है, क्योंकि आध्यात्मिक अनुभूति वह है जहां शब्द कम पड़ जाते हैं. ഭാരതത്തിന്റെ പരമ്പരാഗത സംസ്കാരത്തെയും അതിനോട് ചേർന്ന ജീവിതശൈലിയെയും വീക്ഷണത്തെയുമെല്ലാം അവഹേളിക്കാനും പ്രാകൃതമെന്ന് വിധിച്ച് തള്ളിക്കളയാനും ഇന്നും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം നിഷേധാത്മക ആഖ്യാനങ്ങൾക്കെതിരെയുള്ള വൈചാരിക യുദ്ധം അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് 4ാമത് ലോക്മന്ഥനം സമാപിച്ചത്. അഖണ്ഡ ഭാരതത്തിൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള ചർച്ചകളും പല കാരണങ്ങൾ കൊണ്ട് അപ്രസക്തമായി പോയ നമ്മുടെ തനത് കലാരൂപങ്ങളുടെ അവതരണം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ലോക്മന്ഥൻ 2024. രാഷ്ട്രപതി ദ്രൗപദി മുർമു മുതൽ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് ഉൾപ്പെടെയുള്ളവരുടെ മാർഗനിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലോക്മന്ഥൻ ഭാഗ്യനഗറിൽ സമാപിച്ചത്.